എംഎൽഎക്കെതിരെ ആരോപണവുമായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ. ആരോപണത്തിന് തക്ക മറുപടി നൽകി എംഎൽഎ മനോജ് മൂത്താടൻ. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഡോക്ടറുമായുണ്ടായ തർക്കത്തിൽ എംഎൽഎ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റ് മീറ്റ് സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കുകയും ഡ്യൂട്ടിയിൽ ഇരിക്കവേ എംഎൽഎ വന്ന് ഒരു ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിന്റെ ലെറ്റർ ഉണ്ട് പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ പ്രോട്ടോക്കോളുകളെല്ലാം അദ്ദേഹത്തോട് വ്യക്തമാക്കിയതാണ്. വീട്ടിൽ സ്വാഭാവിക മരണമായിട്ട് വരണം ഡെഡ് ബോഡിക്ക് നമ്മൾ പോലീസിന്റെ NOC വേണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് ഇന്റിമേഷൻ നൽകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് രണ്ടും MLA കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് നിർബന്ധിതയായി മെമ്പറിന്റെ ലെറ്റർ കൊണ്ട് മാത്രം ഫ്രീസറിലേക്ക് വെക്കാമെന്ന് നിർബന്ധിച്ചു. തുടർന്ന് ഞാൻ ഇവിടുത്തെ ഹയർ അതോറിറ്റീസ് RMO സൂപ്രണ്ട് ഇവരൊക്കെ അറിയിച്ചതായിരുന്നു. അവരെല്ലാം ഫോൺ കോളിന് ശേഷം എന്നോട് MLA എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഫ്രീസറിലേക്ക് കൂടി വയ്ക്കാൻ തന്നെയാണ് പറഞ്ഞത്, ഇന്റിമേഷൻ വിടാൻ. അന്ന് എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ ഇന്നും മാറിയിട്ടില്ല. ഇന്ന് ഒരാഴ്ച കഴിയാൻ ഇന്ന് ഞാൻ ഡ്യൂട്ടി എടുക്കുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഇന്നും യാതൊരു ആത്മാർത്ഥതയോടുകൂടി അതിനുശേഷം ജോലിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാഷ്വാലിറ്റിയിൽ ഇത്രയും ഡോക്ടേഴ്സിന് ഷോർട്ടേജാണ്. ഷോർട്ടേജ് ഉള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഡോക്ടേഴ്സിനെ എക്സ്ട്രാ ഇട്ടേക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഷോർട്ടേജ് മാറിയിട്ടുമില്ല. വന്ന ഡോക്ടേഴ്സിനോട് മര്യാദയോടുകൂടി ഗവൺമെന്റിന് സമീപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ മുന്നേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും ഫ്രീസറിന് വേണ്ടി അടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഫ്രീസറിന്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഇതിലെ NOC കൊടുക്കാനും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തയ്യാറായിട്ടില്ല. ഹയർ അതോറിറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. MLA വന്ന് പറയുമ്പോൾ ഇവിടെ അന്ന് എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാഷ്വാലിറ്റിയിൽ എന്താണ് തിരക്കെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. MLAയുടെ കൂടെ ഉള്ളവർ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു ഡോക്ടറിന്റെ സമയത്ത് രാത്രി ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി മോർച്ചറി നമ്മുടെ ബാക്കിലാണ്, അവിടെ ഒരുപാട് വെളിച്ചൊന്നുമില്ല. ആ സ്ഥലത്താണ് പേഷ്യൻ്റ് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. കാഷ്വാലിറ്റിയിലേക്കായി അവിടെ പോയാണ് നമ്മൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഒരു MLA വന്നിട്ട് പോലും കാഷ്വാലിറ്റിയിലേക്ക് ബോഡീനെ അന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാനും ആ മോർച്ചറിയുടെ അവിടെ പോയാണ് ഡെത്ത് നോക്കിയത്, പേഷ്യൻറ്റിന്റെ ഡെത്ത് സർട്ടിഫൈ ചെയ്തത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. രാത്രി ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ പൊളിറ്റിക്കലി നമ്മളെ ഹരാസ് ചെയ്താലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും നമുക്ക് ഇതിന്റെ പിന്നാലെ കടലാസ് മേടിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഫ്രീസർ റിക്വസ്റ്റിൽ ബോഡി വെക്കാനാണെങ്കിൽ ഇത് ഓഫീസ് വഴി പോട്ടെ, ഡോക്ടർ അതിന് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ ജൂനിയർ ഡോക്ടേഴ്സ് നമ്മൾ കെഞ്ചി കരഞ്ഞി കൊച്ച് സജന നമ്മൾ പറഞ്ഞു ഇവിടെ NHM-ല് 3-4 മാസങ്ങൾ ദൂരം പറഞ്ഞു വന്ന ഡോക്ടറാണ്. എന്നിട്ട് ആ ഡോക്ടറിന് എന്തോരം മാനസിക സന്തോഷം ഉണ്ടായി. നമ്മളൊരു പുതിയ ഡോക്ടറിനോട് വരുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാൻ പറയും. ഇവിടെ ഒരു CM മാത്രമാണ് ഉച്ചരിഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടികളുള്ളത്. ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള OP കേസുകൾ നോക്കണം, അടിയന്തരമായി വരുന്ന കേസുകൾ നോക്കണം. അതിൻ്റെ ഒപ്പം പോലീസ് കൊണ്ടുവരുന്ന കേസുകൾ, മുറിവുമായി ആക്സിഡന്റുമായി വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നതിന്റെ പേരിൽ വരുന്ന ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ്, ഈ ഓരോ സർട്ടിഫിക്കറ്റും കൃത്യമായി എഴുതാൻ ഈ ഡോക്ടർമാർ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തിപ്പൊരിക്കും. ഈ ഡോക്ടർ എന്തുകൊണ്ട് അത് എഴുതിയില്ല, ഇത് എഴുതി വ്യക്തമല്ലല്ലോ എന്ന് പറയും. ഇത്രയും കടുത്ത സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നേരത്തെ ഡോക്ടർ ജോസിന് പറഞ്ഞതുപോലെ ഒരു CMO അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം ഇവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ കഴിയാതെ ജോലി രാജിവെച്ചു പോയി. അതിന് പകരം ആരും വന്നിട്ടില്ല. ഇവിടുത്തെ മറ്റൊരു ഡോക്ടറെ ആലുവയിലേക്ക് ട്രാൻസ്ഫർ ഇട്ടു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ ഒരാളില്ല, അവരെ നിയമിക്കാനായിട്ട് ഗവൺമെന്റിന് യാതൊരുവിധ ഒരു താല്പര്യമില്ല. അപ്പൊ ഇനി ഇവിടെ ഇത്തരത്തിൽ ഏറ്റവും ക്ലേശകരമായ സാഹചര്യത്തിലൂടെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ, ഏറ്റവും ജൂനിയർ ആ ഡോക്ടർക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ല. സത്യത്തിൽ അവർ വന്നു അവരുടെ പ്രൊഫഷനോട് നീതി പുലർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്ത് ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കിട്ടുന്ന കൂലി എന്താണ്? നമുക്കെല്ലാവർക്കും എനിക്കറിയാം, ആർക്കും നിയമങ്ങളൊന്നും അറിയണ്ട. ഒരു ബോഡി ഫ്രീസറിൽ വെക്കാൻ എന്ത് വേണം? എന്തായാലും ഒരാൾ മരിച്ചൊരു ഒരു ബോഡിയല്ലേ നമ്മൾ ഫ്രീസറിൽ വെക്കുക. അയാൾ മരിച്ചു എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഒരു കൗൺസിലർ ആണോ അയാൾ മരിച്ചു എന്ന് തീരുമാനിക്കുന്നത്? ഒരു കൗൺസിലറെ കത്ത് മാത്രം മതിയോ? അപ്പൊ ആദ്യം തന്നെ ഒരു ബോഡി ഫ്രീസറിൽ വെക്കണമെങ്കിൽ അയാൾ മരിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് വേണം.
അയാൾ മരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതൊരു മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ ആയുർവേദമോ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അത് സർട്ടിഫൈ ചെയ്താൽ ആ ബോഡി ഫ്രീസറിൽ വയ്ക്കാം. അത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കൗൺസിലർ പറയാണ് ഇതിന് നിയമപരമായ യാതൊരു തടസ്സമില്ല. നിയമപരമായ ഒരു അദ്ദേഹത്തോടുള്ള ആ ബഹുമാനം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ് അതിന് നിയമപരമായി തടസ്സമില്ലെന്ന് ഒരു കൗൺസിലർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് സർക്കാർ കൃത്യമായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള നിയമങ്ങളും ഗൈഡ് ലൈനും മാത്രം അനുസരിച്ചാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താണ് പറ്റിയത്? ഒരു രാത്രി ആ ഒരു ബോഡി കൊണ്ടുവരുന്നു. ഇവിടെ നമ്മുടെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലേക്ക് ആംബുലൻസ് കയറി വരുന്നില്ലേ? ഇവിടെ മുമ്പിലേക്ക് കൊണ്ടുവരാതെ പുറകുവശത്ത് മോർച്ചറിയിലേക്കാണ് നേരെ കൊണ്ടുപോയത്. ഈ രാത്രി സമയത്ത് ഇവിടെ നമുക്കറിയാം ആ മോർച്ചറിയിൽ എന്തുമാത്രം ദുഷ്കരമാണ് അവിടെ പോയി ഒരു പേഷ്യന്റിനെ നോക്കുന്നത്. ആംബുലൻസ് കയറി ആ രോഗിയെ നോക്കി മരണം ഉറപ്പുവരുത്തുക എന്നൊരു ആംബുലൻസ് കയറി മരണം ഉറപ്പുവരുത്തുന്നു. പൾസ് പിടിച്ചു, കരോട്ടിട്ട് നോക്കി മരിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ECG എടുത്ത് നോക്കണം. ആശുപത്രിയിലാണ് ഒരു ECG എടുത്ത് അത് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ ഡോക്ടറെ ആക്ഷേപിക്കുകയാണ് അവരെല്ലാവരും ചെയ്തത്. നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ കോർപ്പറേറ്റ് ആശുപത്രിയിൽ ഇന്ന് വരെ ഒരു രോഗി മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്തിട്ട് പിന്നീട് അയാളെ സംസ്കരിക്കുന്നതിന് മുമ്പ് അയാളെ കൈ അനങ്ങി കാലനങ്ങി എന്ന് പറഞ്ഞ് വിവാദമുണ്ടായ നാടാണിത്. അവിടെ ഒരു ആശുപത്രിയിൽ ഒരു രോഗി വന്നാൽ മരണം ഉറപ്പാക്കാനായി ECG പരിശോധന നടത്തണമെന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ അത് ആ ഡോക്ടറുടെ കഴിവുകേടാവുന്നത് എങ്ങനെയാണ്? അത് മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകണമെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജോലി ചെയ്യണം. ഇവിടെ നിയമപരമായി ചട്ടങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു ജനപ്രതിനിധി MLA തന്നെ, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, MLA വന്ന് ഈ കാഷ്വാലിറ്റി വന്ന് അധിക്ഷേപിക്കുകയും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. ഡോക്ടർമാരുടെ ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് MLA മനോജ് മൂത്തേടൻ അറിയിച്ചു. ഈ മാസം 5-ാം തീയതിയാണ് ഈ പറയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉണ്ടാകുന്നത്. 5-ാം തീയതി ഉച്ചക്ക് എനിക്ക് തോന്നുന്നു 2 മണി സമയത്താണെന്ന് തോന്നുന്നു, ചുണ്ടക്കുഴി കോടനാട് ഭാഗത്തുനിന്ന് ഒരു മൃതദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ കത്തോടുകൂടി മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടി, നമ്മളിവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന ഫ്രീസറാണ്, താലൂക്ക് ആശുപത്രി വാടകയ്ക്ക് നൽകുന്ന ഫ്രീസറാണ്. ആ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടി മൃതദേഹമായിട്ടൊരു കുടുംബം വരുന്നു. അവർ നിലവിൽ മരിച്ച ആളുടെ പഴയ മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പറുകളും എന്ന് പഞ്ചായത്ത് മെമ്പറുടെ കത്തുകൂടി അവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്ന ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ ഒരു കാരണവശാലും മൃതദേഹം ഫ്രീസറിൽ വെക്കാൻ കഴിയില്ല, പോലീസിൻ്റെ NOC ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ മടക്കുന്നു. മൃതദേഹം കൂടി വന്നാട്ടോ, അങ്ങനെയാണ് സ്ഥിരം കീഴ്വഴക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ വന്നത്. അപ്പോൾ ഇവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ ഇവർ വിളിച്ചു, അവരെന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കിടന്ന് മരിച്ച കേസിലൊരു കുഴപ്പമില്ലല്ലോ, അവരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പേപ്പർ കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നോട് വിവരം പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞു ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. വീണ്ടും ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ വീണ്ടും സമ്മതിച്ചില്ല. ഇവരെന്നെ വീണ്ടും വിളിക്കുന്നു, ഞാൻ വീണ്ടും സൂപ്രണ്ടിനെ വിളിക്കുന്നു. അപ്പോൾ സൂപ്രണ്ടിനോട് ഞാൻ കുറച്ചുകൂടി വിശദമായി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പഴങ്ങനാട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇനി ഒരു മരുന്നും വലിക്കാൻ സാധ്യതയില്ല എന്ന് അവിടുത്തെ ഏറ്റവും മുതിർന്ന ഡോക്ടറായിട്ടുള്ള കോച്ച് ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് മടക്കിയ കേസാണ്. ഒരുപാട് പേര് അങ്ങനെ മടക്കുമല്ലോ. അങ്ങനെ മടക്കി വീട്ടുകാർ, അവിടെയുള്ള ബന്ധുക്കളും അയൽവക്കക്കാരും പാലിയേറ്റീവിലെ പ്രവർത്തകരെല്ലാം നിൽക്കെ മരണപ്പെട്ട കേസാണ്. അവരെല്ലാം ഉള്ള സമയത്ത് മരണപ്പെട്ട കേസ്, രാത്രിയൊന്നുമല്ല, പകൽ സമയത്ത് മരണപ്പെട്ട ഒരാളുടെ മൃതദേഹമായിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ അങ്ങനെ മടക്കിയ കേസാണ്. ഒരു ആഴ്ച മുമ്പ് പഴങ്ങനാട് നിന്ന് വീട്ടിലേക്ക് മടക്കി ഒരാഴ്ച വീട്ടിൽ വയ്യാതെ കിടന്ന് അങ്ങനെ മരണപ്പെട്ട ആളാണ്. അങ്ങനെ മരണപ്പെട്ട ആളുടെ മൃതദേഹമാണ് എന്നൊക്കെ ഡോക്ടർ സൂപ്രണ്ട് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പറെ കത്തുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വീണ്ടും എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വീണ്ടും കത്ത് പോകുന്നവരും പറയുന്നു പറഞ്ഞു. ആ കത്ത് ഉൾപ്പെടെ വീണ്ടും കാണിച്ചപ്പോഴും ഈ ഡോക്ടർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ ഈ താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുൻപിൽ ഈ മൃതദേഹവുമായി ഒരു സാധാരണക്കാരനായ ഒരാൾ മരണപ്പെട്ടിട്ട്, ഒരു 65-70 വയസ്സുള്ള ആൾ മരണപ്പെട്ടിട്ട് ആ മൃതദേഹമായിട്ട് ആംബുലൻസിൽ കുടുംബം വന്ന് അവിടെ 1 മണിക്കൂറായി കാത്തിരിക്കുകയാണ്. ഈ ഡോക്ടർ സമ്മതിക്കുന്നില്ല. അവസാനം ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പലരും വിളിച്ചു ചോദിച്ചപ്പോഴും നിങ്ങൾ നേരെ പോരെ, മെമ്പറെ കത്തുണ്ടെങ്കിൽ അവിടേക്ക് പോരെ, ഞങ്ങളിവിടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇവരെന്നെ വീണ്ടും വിളിച്ച് ഇവരും പറയുകയാണ്. ഞാനപ്പോൾ ആ സമയത്ത് ടൗണിൽ കൂടെ പാസ് ചെയ്യുന്നൊരു സമയമാണ്. ഞാനപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രി, കാരണം ഇതൊരു ശരിയല്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ ഡോക്ടറോട് എന്താ വരുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് NOC വേണം, പോലീസിൻ്റെ NOC ഇല്ലാതെ മൃതദേഹം വെക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ കീഴ്വഴക്കം എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് ആളുകൾ മരണപ്പെട്ടാൽ
സ്വാഭാവികമായും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ കത്തുണ്ടെങ്കിൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്വാൻസ് വാങ്ങി ഫ്രീസറിൽ വെക്കുന്ന പതിവാണ്. ബോഡി തിരിച്ചെടുക്കുന്ന സമയത്ത് എത്ര ദിവസമാണ് വാടക, അത് കഴിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ അത് തീർത്ത് ബോഡി വിട്ടുകൊടുക്കുന്ന പതിവാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തടസ്സമില്ല എന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞു അതൊന്നും ആര് പറഞ്ഞാലും നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞാനങ്ങനെ സമ്മതിക്കുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറി. ഞാൻ പക്ഷേ എന്നോട് മോശമായെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഒരു MLA യോട് മോശമായി ഡോക്ടർ പെരുമാറുന്നത് പറയുന്നത് എനിക്കെന്നെ കുറച്ചായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഈ ഡോക്ടറെ പെരുമാറി. അപ്പം ഞാൻ അവിടെ നിന്ന് സ്റ്റാഫിനോട് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾ പഴയ ഈ ഫ്രീസറിൽ മൃതദേഹം വെച്ചതിൻ്റെ രേഖകളൊന്നും എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ തന്നെ ഒരു 10-ലധികം കത്തുണ്ടാകും. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും കത്ത് കൊടുത്തുവിട്ട് ഒരുപാട് പേർ മരണപ്പെട്ടപ്പോൾ, വീടിൻ്റെ അടുത്തൊക്കെ ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ കത്ത് കൊടുത്തുവിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് കത്ത് അവിടെ ഉണ്ട്. എൻ്റെ മാത്രമല്ല ഒരുപാട് ജനപ്രതിനിധികൾ കത്തുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കത്തുകൾ വാങ്ങി ഫ്രീസറിൽ മൃതദേഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് പറഞ്ഞുകൂടെ എന്ന് ഞാൻ ആ സ്റ്റാഫിനോട് ഉൾപ്പെടെ പറഞ്ഞു. നിങ്ങൾക്ക് ഇവരൊന്ന് ഡോക്ടറോടൊന്ന് ബോധ്യപ്പെടുത്തിക്കൂടെ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോൾ അവർക്ക് എന്തോ ഒരു ഈഗോ പോലെ, ഇനിയിപ്പോൾ MLA വന്ന് പറഞ്ഞതിൻ്റെ പേര് ഇനി സമ്മതിച്ചാൽ എന്തോ ഈഗോ പോലെ അവർ വളരെ ഇതായി ഞങ്ങൾ വെക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി എന്നോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനപ്പോൾ സൂപ്പറിനെ വിളിച്ചു. കാരണം MLA പോയിട്ട് ഇനിയിപ്പോൾ ഒരു തർക്കത്തിന് കണ്ടത് ഞാൻ സൂപ്പറിനെ വിളിച്ചു. സൂപ്പറിൻ്റെ ഇതാണ് കാര്യം, ഇവർ പറയുന്നതിൽ ഒരു ന്യായമില്ല, ഇവർ പറയുന്നത് ശരിയുമല്ല. 1.5 മണിക്കൂറിലധികം ഇപ്പോൾ ബോഡി കാഷ്വാലിറ്റി മുമ്പിൽ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. അവരെ കുടുംബം ആംബുലൻസിൽ ബോഡി കിടക്കുന്ന ഒരു കുടുംബം താഴെ നിൽക്കുകയാണ്. ഇത് ശരിയല്ല, അതുകൊണ്ട് ഇത് ബോഡി വെക്കണം. ഈ ബോഡി പോലീസിന് NOC വേണ്ട കേസുകൾ എന്താണ് എന്നുള്ളത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ പേർ, നമ്മുടെയൊക്കെ അയൽവക്കത്ത് നമ്മുടെയൊക്കെ സ്വന്തക്കാരൊക്കെ എത്രയോ പേർ വീട്ടിൽ കിടന്ന് വയ്യാതെ കിടന്ന് മരിക്കുന്നു. അവരെല്ലാം ഡോക്ടർമാർ വന്ന് സർട്ടിഫൈ ചെയ്തിട്ടാണോ അടക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദയിപ്പിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ പേർ അങ്ങനെ മരിക്കുന്നു. ഏതെങ്കിലും പോലീസിന് NOC വാങ്ങിച്ചിട്ടാണോ ഈ പള്ളിയിൽ അടക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലോ. എത്രയോ പേര് അങ്ങനെ മരണപ്പെടുന്നു. അപ്പോൾ ബന്ധുക്കൾ വിദേശത്തായതിൻ്റെ പേരിൽ അങ്ങനെ മരണപ്പെട്ട ഒരാളുടെ ബോഡിയുമായി ഇവിടേക്ക് വന്നപ്പോൾ അത് യാതൊരു മാനുഷിക പരിഗണനയില്ലാതെ, എന്നാൽ ഡോക്ടർക്ക് ഒന്ന് പോയിട്ട് ആംബുലൻസിൽ പോയി നോക്കാം. 1.5 മണിക്കൂറധികം ഈ ബോഡി അനാഥമാക്കിയിട്ട് ഞാൻ പിന്നെ വന്ന് പറഞ്ഞതിന് ശേഷമാണ്, പിന്നെ അതിനുശേഷം സൂപ്പറിനെ വിളിച്ചതിന് ശേഷമാണ് സൂപ്പറിനെ വിളിച്ച് ഇവരോട് ബോഡി നോക്കാൻ ഇത് ഫ്രീസറിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയി ബോഡി നോക്കി. ബോഡി നോക്കിയിട്ടുണ്ടായ സംഭവം അറിയോ? ബോഡി നോക്കിയതിന് ശേഷം ഇവർ പറയാണ് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂറായി. ഇവർ ബോഡി നോക്കുമ്പോൾ ബോഡി നോക്കിയിട്ട് പറയുകയാണ് ഇനി ECG നോക്കണമെന്ന്. ECG നോക്കിയിട്ട് വേണം, ECG വെച്ച് പരിശോധിച്ചിട്ട് വേണം മരണം സ്ഥിരീകരിക്കാൻ എന്ന് ഡോക്ടർ പറയുകയാണ്. ഏത് ഇപ്പോൾ മോർച്ചയുടെ മുമ്പിൽ ഈ ഒരു ആംബുലൻസിൽ ബോഡി കിടക്കുന്ന ബോഡി നോക്കിയിട്ട് പറയാം ഇനി ECG നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൂപ്രണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ തർക്കത്തിന് പോയില്ല കേട്ടോ. ഞാൻ സൂപ്രണ്ട് വിളിച്ചു, സൂപ്രണ്ട് ഇത് ഇത്രയും മണിക്കൂറായ ഒരു കേസ് ഇനി ECG കൂടി നോക്കിയിട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് അവരോട് പറഞ്ഞു ഇത് ബോധ്യപ്പെട്ട കേസല്ലേ, പിന്നെ എന്തിനാണ് ECG നോക്കുന്നതെന്ന് പറഞ്ഞ് ഫ്രീസറിൽ ബോഡി വെക്കാൻ പറഞ്ഞു. ഫ്രീസറിൽ ബോഡി വെച്ചു. ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്നലെ HMC യോഗം, ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗം കൂടി. ഞാനും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും സൂപ്രണ്ടും RMOയും മറ്റാളുകളെല്ലാം ഉണ്ടായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടി ഈ വിഷയം ചർച്ച ചെയ്തു. ചെയ്തപ്പോൾ അപ്പോൾ അവിടെ എല്ലാവരും കൂടി HMC ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞത് MLA യോട് വളരെ മോശമായി പെരുമാറിയ ഡോക്ടർക്ക് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഞാൻ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഒരു ചിന്തകൾ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവക്കുറവിൻ്റെ വെളിച്ചത്തിൽ ചെയ്തായിരിക്കാം. അതുകൊണ്ട് പരാതിയൊന്നും വേണ്ട, നമുക്ക് ഈ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഫ്രീസറിൽ ബോഡി വെക്കുന്ന കാര്യത്തിൽ കൃത്യമായി നമ്മൾ വീടുകളിൽ മരണപ്പെടുന്ന കേസുകളിൽ, സ്വാഭാവിക അസുഖമായി ബാധിച്ച് അല്ലെങ്കിൽ പ്രായം ചെന്ന് മരണപ്പെടുന്ന കേസുകളിൽ ജനപ്രതിനിധികൾ കത്തുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ വെക്കുന്നതിന് യാതൊരു തടസ്സമില്ലാന്ന് സൂപ്രണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് DMO ഉൾപ്പെടെയായിട്ട് ബന്ധപ്പെട്ടു, ഞാനും DMO ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ യാതൊരു പ്രയാസമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്നലെ HMC യോഗം തീരുമാനിച്ചു. അങ്ങനെ മെമ്പർമാരെ കത്തുമായിട്ട് വന്നാൽ ഫ്രീസറിൽ വെക്കാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനമെടുത്തതിൻ്റെ പേരിലായിരിക്കാം ഇന്ന് ഇതുവരെ ഇല്ലാതെ, ഇപ്പോൾ ഞായറാഴ്ച നടന്ന സംഭവമാണ്, ഇന്ന് ഇവർ 10 മിനിറ്റ് OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമായിട്ട് വന്നത്. ആ പ്രതിഷേധത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ്. കാരണം ഇവർക്ക് ചെയ്യാമായിരുന്ന കാര്യം, ചെയ്യേണ്ട കാര്യം ഇവർ ചെയ്യാതെ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വലയ്ക്കാൻ വേണ്ടി ചില നിലപാടുകളെടുക്കുമ്പോൾ നമുക്കതിന് അംഗീകരിക്കാനില്ല. ഇത് ഒരു ഡോക്ടർ അവിടെ പറയുന്നത് കേട്ടു, ഇത് കാഷ്വാലിറ്റി CMO ആണ്, എനിക്ക് ഡോക്ടർ പേരറിയില്ല, CMO എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMO പറയുന്നത് കേട്ടു ഭരണം മാറിയപ്പോൾ പല നിയമങ്ങൾ മാറ്റമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ CMOയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ആ CMOയ്ക്ക് ഈ ഭരണം മാറിയതിൽ എന്തൊരു അസ്വസ്ഥ ഉണ്ടെന്നാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്ത് സുഖം അനുഭവിച്ചിട്ട് ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ഒരു അസ്വസ്ഥ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ആക്റ്റീവില്ല. കാരണം ഈ കത്ത് കൊടുത്തുവിട്ട പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷ മെമ്പറാണ്.
ഈ ബോഡിയുടെ കൂടെ ബോഡി ഫ്രീസറിൽ വെക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തുവിട്ട ജനപ്രതിനിധി CPM ജനപ്രതിയാണ്. ഞാൻ CPM ജനപ്രതിയാണെന്നോ കോൺഗ്രസ് ജനപ്രതിയാണെന്നോ ഒന്നും നോക്കിയിട്ടില്ല. ഇതൊരു പൊതുജനങ്ങളുടെ വിഷയമാണ്. പൊതുവായൊരു ഒരു കുടുംബത്തിലുണ്ടായൊരു പെട്ടെന്നുണ്ടായൊരു വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വേണ്ടി തന്നെയാണ് ചെന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ബോഡി ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു രാഷ്ട്രീയമില്ല. പക്ഷേ ഇവർ തന്നെ രാഷ്ട്രീയം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയില്ല ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് എന്തോ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായതും ഇവിടെ MLA ഒക്കെ മാറി വന്നതൊക്കെ ഇവർക്ക് വല്ല അസ്വസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ UDF MLA ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കെന്നറിയില്ല. പക്ഷേ ഇതൊരു സമീപനം ശരിയല്ല. ഇത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുമായി ഡോക്ടർമാർ മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം HMC യോഗം കൂടി ഇത് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഫ്രീസറിൽ ഇങ്ങനെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന ആളുകൾ, ഫ്രീസറിൽ മരണപ്പെടുന്ന ആളുടെ ബോഡികൾ, മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് HMC കമ്മിറ്റി കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രതിഷേധമായിട്ട് ഇവർ വരുന്നത് ഇവർക്ക് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ മുന്നോട്ട് പോയാൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഈ നാട്ടിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള എല്ലാ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് MLA എന്നുള്ള നിലയിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഉൾപ്പെടെ എല്ലാവരും കൂട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെയൊക്കെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന ഈ സമീപനം ശരിയല്ല. ഈ സമീപനം അവർ അവസാനിപ്പിക്കണം. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരത്തിലൊരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ സമീപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. തെറ്റായ പ്രചരണം നടത്തുന്ന ഈ ഡോക്ടർമാരുടെ നിലപാട് തിരുത്തണമെന്ന് കൂടിയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒരു തരത്തിലും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുള്ള കേസുകളുള്ള മൃതദേഹം പോലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറയുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഒരുപാട് കേസുകൾ ഇവർക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കറിയാം സ്വാഭാവിക മരണം എന്നുള്ള ബോധ്യമുള്ള കേസിൽ പോലും കളമശ്ശേരിയിൽ പോയി അല്ലെങ്കിൽ മൂവാറ്റുപുഴ പോയി പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുന്ന കേസുണ്ട്. ഇവർക്ക് ചെയ്യാവുന്ന കേസുമാണ്. ഒരുപാട് കേസുകൾ ഈ NOC വേണമെന്ന് പറഞ്ഞ് ഇവർ മടക്കുന്ന കേസുകളുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ താലൂക്ക് ആശുപത്രി തന്നെ ഒരു മാസം മുമ്പ് ഒരു 90 വയസ്സുള്ള ഒരു വല്യമ്മ കോഴിക്കോട് വെച്ച് അവരുടെ മകളുടെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. ആ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ച് ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത്, മൃതദേഹത്തിൻ്റെ സംസ്കാര സമയം തീരുമാനിച്ചു, എന്നിട്ട് ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പോലീസിന് NOC ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് മൃതദേഹം വെച്ചൊരു കേസ് ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ പ്രശ്നം ഉണ്ടാക്കി. എനിക്ക് ഈ ഡോക്ടറാണെന്ന് എനിക്കറിയില്ല. എന്തായാലും താലൂക്ക് ആശുപത്രി ഡോക്ടർമാർ പ്രശ്നം ഒരു 1.5 മാസം മുമ്പാണ്. എന്നിട്ട് ഈ മൃതദേഹം കിട്ടാൻ വേണ്ടി പിന്നെ സമയം തീരുമാനിച്ചൊക്കെ മാറ്റിവെച്ച് ഇവർ കോഴിക്കോട് പോയി മൊഴി കൊടുത്ത് അവിടുന്ന് പോലീസ് വന്ന് മൊഴിയെടുത്ത് എല്ലാം വാങ്ങിയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മൃതദേഹം അടക്കം ചെയ്യാൻ കഴിയും. യാതൊരു കാര്യമില്ലാത്ത കാര്യം. 90 അവിടുത്തെ കൗൺസിലറുടെ കത്തോട്ടാണ് ഇവർ വന്നത്. 90 വയസ്സുള്ള ഒരാൾ മരണപ്പെട്ടിട്ട് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടിട്ട് മുനിസിപ്പൽ കൗൺസിലർ കത്തുമായി വന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ NOC വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ രീതിയിലൊക്കെ നടക്കുകയാണ്. ഇവിടെ ഈ രൂപത്തിൽ ഡോക്ടർമാർ ഇങ്ങനെ സംഘടിതമായി ഇവർ ചെയ്യേണ്ട ജോലി ചെയ്യാതെ ഇവർ വളരെ ബോധപൂർവമായി ഇവർ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു ശരിയല്ലാത്ത നിലപാടാണ്. ഇവർ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ചർച്ച ചെയ്യപ്പെടണം. ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ഇത് ചർച്ച ചെയ്യപ്പെടണം. ഈ ഒരു സമീപനം ശരിയല്ല. ഞാൻ ഇന്ന് DMO ആയിട്ട് ബന്ധപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം DMO ആയിട്ട് ബന്ധപ്പെട്ടു, സൂപ്രണ്ടായി ബന്ധപ്പെട്ടു. എല്ലാവരും ബന്ധപ്പെടുമ്പോഴും അവർ പറയുന്നത് അങ്ങനെ മൃതദേഹങ്ങൾ വീട്ടിൽ കിടന്ന് മരണപ്പെടുന്ന മൃതദേഹങ്ങൾ ജനപ്രതിനിധിയുടെ കത്തുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്നാണ് DMO ഉൾപ്പെടെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് വാടക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇത് ഈ ഫ്രീസർ പോലീസിന് NOC ഉള്ള കേസുകളിൽ മാത്രമേ ഇവിടെ സൂക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? മൃതദേഹം പിന്നെ ഇവിടെ വാടകയ്ക്ക് ഫ്രീസർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സ്വകാര്യ ആശുപത്രികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു ചാനലിലെ ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു അഭിപ്രായം മാനിച്ചത് അവർക്ക് അപമാനമായെന്നാണ് അവർ പറയുന്നത്. മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കുന്നത് അപമാനമായി കാണുന്ന ഡോക്ടർമാരാണെങ്കിൽ ഞാൻ എന്ത് പറയാൻ? മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഇനി അവർ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഇവർക്ക് പരാതി കൊടുക്കാം. അതിന് പകരം മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് എനിക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഇല്ലാതെ പറയോ? കൃത്യതയില്ലാതെ പറയില്ലല്ലോ. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കാൻ പോലും മടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമുള്ള സംസ്ഥാനമാണ്. ഒരു ജനാധിപത്യ സിസ്റ്റത്തിലൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഡോക്ടർമാർ ബോധ്യപ്പെടണം. സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടായി. സിസ്റ്റം ഫെയിലിയർ ആയിരുന്നു എന്ന് കഴിഞ്ഞ കുറേ നാളുകളെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം താഴെ തരത്തിൽ ഉണ്ടാകണം. സാധാരണക്കാരെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടണം. ആ നിലപാടാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഏത് ഉദ്യോഗസ്ഥന്മാരോടാകട്ടെ ഞാൻ അപമര്യാദയെ പെരുമാറുന്ന ഒരാളല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളൂ. ഞാൻ ഒരാളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ജില്ലയിലെ മുഴുവൻ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുമായി ആലുവ ജില്ലാ ആശുപത്രിയുടെ ചുമതല ഉണ്ടാകുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ആലുവ ജില്ലാ ആശുപത്രി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയാണ്. അവിടെ സൂപ്രണ്ടോട് ചോദിക്കും,
അവിടെ എല്ലാ മാസവും 2-3 വട്ടം HMC യോഗം കൂടുകയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനം നടത്തുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. നമ്മളെല്ലാ ദിവസവും വളരെ മാന്യമായി പെരുമാറുന്നതാണ്. ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഇതിങ്ങനെ ഫ്രീസറിൽ വെക്കണം, ഇതാണ് നിയമം എന്ന് പറയുമ്പോൾ അത് അപമാനമായി കാണുന്നത് ശരിയല്ല. അതൊരു ഈഗോ ആ തരത്തിലുണ്ടാകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.